പശ്ചാത്തല അടിസ്ഥാന സൗകര്യ തൊഴിൽ നിക്ഷേപ കാർഷിക മേഖലകളിൽ ജനപ്രിയ നിർദ്ദേശങ്ങളുമായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇക്കുറി ലഭിച്ചത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമാണ്. ബീഹാറിന് 26,000 കോടിയുടെയും ആന്ധ്രയ്ക്ക് 15,000 കോടിയുടെയും വിവിധ പദ്ധതികൾ പ്രകാരം ഉള്ള തുക ലഭിക്കുന്നുണ്ട്. സഖ്യകക്ഷിയായ JDU-വിനെയും തെലുങ്കുദേശം പാർട്ടിയെയും തൃപ്തിപ്പെടുത്താൻ ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്, വിമർശനം ഉയരുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിന് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമുള്ള ഉപകാരസ്മരണയായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ്. 15,000 കോടിയുടെ പ്രത്യേക ധനസഹായമാണ് ആന്ധ്രാപ്രദേശിന് ലഭിക്കുക. 26,000 കോടിയും വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജും ഉൾപ്പെടെ നീളുന്നു ബീഹാറിനുള്ള ബഡ്ജറ്റ് വിഹിതം. We will formulate a plan Purvodaya for the all-round development of the eastern region of the country, covering Bihar, Jharkhand, West Bengal, Odisha and Andhra Pradesh. ആദായ നികുതി സ്ലാബുകൾ പുതിയ നികുതി വ്യവസ്ഥയിൽ പുതുക്കി. 3 ലക്ഷം രൂപ വരെ നികുതിയില്ല, 7 ലക്ഷം രൂപ വരെ 5%, 10 ലക്ഷം രൂപ വരെ 10%, 12 ലക്ഷം രൂപ വരെ 15%, 15 ലക്ഷത്തിനു മേൽ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി നൽകണം. പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ നികുതി ഇളവ് 25,000 രൂപയായി ഉയർത്തി. 1961 ആദായ നികുതി നിയമം പരിഷ്കരിക്കും. ചാരിറ്റികൾക്കുള്ള 2 നികുതി ഇളവ് വ്യവസ്ഥകൾ ഒന്നായി ലയിപ്പിക്കും. മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: യുവാക്കൾക്കായി 2 ലക്ഷം കോടിയുടെ പദ്ധതി, 1.48 ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തൊഴിൽ നൈപുണ്യത്തിനും, കൃഷിക്ക് 1.52 ലക്ഷം കോടി രൂപ. സംസ്ഥാനങ്ങളുമായി ചേർന്ന് 400 ജില്ലകളിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 5 വർഷത്തേക്ക് നീട്ടും. തദ്ദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് 10 ലക്ഷം രൂപ വരെ വായ്പ 3% പലിശ ഇളവിൽ ലഭ്യമാക്കും. സ്വർണം, വെള്ളി ഇവയുടെ ഇറക്കുമതി നികുതി 6% കുറച്ചു. രാജ്യത്ത് 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ. ആദ്യമായി സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറുന്ന എല്ലാവർക്കും EPFO അംഗമാകുമ്പോൾ 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകും. തൊഴിലുടമകൾക്ക് 4 വർഷത്തെ PF സഹായ പദ്ധതി. PM ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കും. വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടിയുടെ പ്രത്യേക പദ്ധതി. മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കും. സ്വകാര്യ മേഖലയിലെ 500 പ്രധാന കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് 5,000 രൂപ പ്രതിമാസം ലഭിക്കും. 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 14 നഗരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പദ്ധതി. അടിസ്ഥാന സൗകര്യ മേഖലയിൽ 11,11,111 കോടി രൂപ വിനിയോഗിക്കും. ഹിമാചൽ പ്രദേശ്, അസം, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതികൾക്ക് അധിക സഹായം. അർബുദ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളെ കൂടി കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. Medicine and medical equipments to provide relief to cancer patients. I propose to fully exempt 3 more medicines from customs duties. എല്ലാ സാമ്പത്തികേതര ആസ്തികളുടെയും ദീർഘകാല മൂലധന നേട്ടത്തിന് 12.5% നികുതി ഈടാക്കും. അറ്റ നികുതി വരുമാനം 25.83 ലക്ഷം കോടി രൂപയായും ധനക്കമ്മി GDP-യുടെ 4.9%-ആയും ബഡ്ജറ്റ് വ്യക്തമാക്കുന്നു. ഒരു ബഡ്ജറ്റ് വിജയിക്കുന്നത് ആ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പ്രവൃത്തിപഥത്തിൽ എത്തുമ്പോഴാണ്. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ ഏറെ ജനകീയമാണെങ്കിലും വിഭവസമാഹരണം അതിനടിസ്ഥാനമായി നടത്തിയാൽ മാത്രമേ ഇതിന് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷവും പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം R. രാധാകൃഷ്ണൻ, 24.